ജനങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരുകൾ ജനരോഷം നേരിടേണ്ടി വരുമെന്ന് നേപ്പാൾ പ്രക്ഷോഭത്തെ ചൂണ്ടിക്കാട്ടി RSS മേധാവി മോഹൻ ഭാഗവത്. എന്നാൽ അക്രമാസക്തമായ മുന്നേറ്റങ്ങൾ അരാജകത്വത്തിലേക്ക് നയിക്കും. അനീതിയിൽ നിന്ന് ഗാന്ധിജി രാജ്യത്തെ രക്ഷിച്ചെന്നും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകി മോഹൻ ഭാഗവത് പറഞ്ഞു. RSSന് 100 വയസ്സ് തികയുന്ന വേളയിലാണ് ഇത്തവണത്തെ വിജയദശമി റാലി. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സ്വാശ്രയത്തെ പുൽകുകയും മാത്രമാണ് മുന്നോട്ടു പോകാനുള്ള ഏക മാർഗമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകുന്നതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവും മോഹൻ ഭാഗവത് പരാമർശിച്ചു. അക്രമാസക്തമായ മുന്നേറ്റങ്ങൾക്ക് രാജ്യത്തെ എവിടേക്കും നയിക്കാനാകില്ല. उनकी जनता की अवस्थाओं को ध्यान में रखकर नीतियां नहीं बनती तो असंतोष रहता है. इस प्रकार व्यक्त होना पूरे दुनिया का अभी तक का इतिहास देख लीजिए. എന്നാൽ ജനങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ജനരോഷം ഉയരുമെന്ന മുന്നറിയിപ്പും RSS മേധാവി നൽകി. പക്ഷേ ഒരു വിപ്ലവവും ഫലം കണ്ടിട്ടില്ല. സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങൾ ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളാണെന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. വിജയദശമി റാലിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും RSS മേധാവി പ്രകീർത്തിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിന്റെ ഗതി തീരുമാനിക്കുന്നതിലും ഗാന്ധിജിയുടെ ആശയങ്ങൾ നിർണായകമായി. आज 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है, परंतु स्वतंत्रता के बाद भारत कैसा हो, भारत का जीवन किस प्रकार के तंत्र से चले. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു ഇത്തവണത്തെ വിജയദശമി റാലിയിൽ മുഖ്യാതിഥി. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.